നമസ്കാരം. ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് മലയാളത്തിൽ മുമ്പും ചില വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പലരും ചോദിക്കുന്ന ചോദ്യം, ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന്. ഇതിൽ വലിയ സംശയം വരാനുള്ള കാരണം, ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നു യു മസ്റ്റ് ഫീൽ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഓൾറെഡി ഹാവ് എന്ന്. യു മസ്റ്റ് ഫീൽ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തണം എന്നാണ്. നിങ്ങൾ ഉള്ളതിൽ നന്ദി രേഖപ്പെടുത്തണം എന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിന് രണ്ട് മീനിങ്സ് ഉണ്ട്. ഒന്ന് പ്രത്യക്ഷമായ ഒരർത്ഥം, ഡിറക്റ്റ് മീനിങ്. രണ്ട് പരോക്ഷമായ മറ്റൊരർത്ഥം, ഇൻഡിറക്റ്റ് മീനിങ്. ഇത് രണ്ടും നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും നേടിയെടുക്കാനായി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണമെന്ന് എല്ലായിടത്തും കാണുന്നുണ്ട്. നിങ്ങൾ ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാ നടപടിയും എടുക്കണം. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമപ്രകാരം എന്താണ് ചെയ്യേണ്ടത്? ഞാനൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ പക്കൽ വാഹനമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ നന്ദി രേഖപ്പെടുത്തുക? ഞാൻ നന്ദി രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈ ആഗ്രഹിക്കുന്ന സാധനം എൻ്റെ പക്കൽ വേണ്ടേ? അത് ലഭിക്കുന്ന സമയത്തല്ലേ ഞാൻ നന്ദി രേഖപ്പെടുത്തുക? ഇങ്ങനെയുള്ള സംശയങ്ങളാണ് ആളുകളുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഡിറക്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിക്കണം. എന്തെല്ലാം വസ്തുക്കളുണ്ട്, എന്തെല്ലാം സാധനങ്ങളുണ്ട്. ലാപ്ടോപ്പും മൊബൈൽ ഫോണും മറ്റ് പല സാമഗ്രികളും ഇതിൽ വരും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജീവിതത്തിലുള്ള പല സാധനങ്ങളിലേക്കും ഞാൻ ശ്രദ്ധ കൊണ്ടുപോകും. എന്നിട്ട് എനിക്കിതെല്ലാം ഉണ്ടല്ലോ എന്ന പോസിറ്റീവായ ഫീലിംഗ് വളർത്തിയെടുക്കും. ഈ പോസിറ്റീവായ ഫീലിംഗ് ഉണ്ടല്ലോ, ഞാൻ ജനറേറ്റ് ചെയ്യുന്ന ഫീലിംഗ്, ഇതാണ് എനിക്ക് പല സാധനങ്ങളും ആകർഷിക്കാനുള്ള എനർജി ആയിട്ട് വരുന്നത്. ഇതാണ് ഡിറക്റ്റ് അപ്രോച്ച്. ഇനി രണ്ടാമതായി ഇൻഡിറക്റ്റ് അപ്രോച്ച്, പരോക്ഷമായ ഒരു സംഗതി. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യും? ഒരു കാറാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കാറ് എൻ്റെ പക്കൽ എത്തിയിട്ടുണ്ട് എന്ന ഫീലിംഗ് ആയിരിക്കണം വേണ്ടത്. വിച്ച് മീൻസ് ഞാൻ വിഷ്വലൈസ് ചെയ്യണം. കുറച്ച് സമയം ഞാൻ വാഹനം എൻ്റെ പക്കൽ ഉള്ളതായിട്ടും ഞാൻ വാഹനം ഓടിക്കുന്നതായിട്ടും ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നവർ എൻ്റെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതായിട്ടും എല്ലാം കാണണം. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് യു ഹാവ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് എൻ്റെ പക്കൽ ഉണ്ട് എന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ വാഹനം എൻ്റേതായി കഴിഞ്ഞിരിക്കുന്നു എന്ന ഫീലിങ്ങിലേക്ക് ഞാൻ എത്തുന്നു. അതിൽ എനിക്ക് നന്ദി രേഖപ്പെടുത്താൻ കഴിയും. ഞാൻ ആഗ്രഹിക്കുന്ന സാധനം എൻ്റേതായി കഴിഞ്ഞിരിക്കുന്നു. സോ ഐ ക്യാൻ ഈസിലി ഫീൽ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആ ഉള്ളതിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും, നന്ദി രേഖപ്പെടുത്താൻ സാധിക്കും. ഈ രണ്ടാമതായി പറഞ്ഞ പരോക്ഷമായ അപ്രോച്ചിൽ ശരിക്കും നമുക്ക് ധാരാളം ഉണ്ട് എന്ന ഫീലിംഗ് ആണല്ലോ ജനിക്കുക. അപ്പോൾ എനിക്ക് വേണം എന്ന തീവ്രമായ ആഗ്രഹത്തിന് കുറവ് വരില്ലേ? തീർച്ചയായും വരും. ഞാൻ ഈ പ്രോസസ്സ് തുടങ്ങുന്നത് ഒരു ഡിസയറിൽ നിന്നാണ്, ആഗ്രഹത്തിൽ നിന്നാണ്. പിന്നീട് ആ ആഗ്രഹം സഫലീകരിച്ചു എന്നൊരു ഫീലിങ്ങിലേക്ക് ഞാൻ എത്തുമ്പോൾ ആ ആഗ്രഹത്തിൻ്റെ സഫലീകരണം ഉപബോധ മനസ്സിൻ്റെ തലത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭക്ഷണം കഴിക്കുന്നത് പോലെ വിശക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണം എന്നാഗ്രഹിക്കുന്നു. ഭക്ഷണം കഴിച്ച ശേഷം വയറ് നിറയുമ്പോൾ എനിക്ക് ഇനി ഭക്ഷണം വേണമെന്ന ഫീലിംഗ് ഇല്ല. ആ രീതിയിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച സാധനം എൻ്റേതായി കഴിഞ്ഞിരിക്കുന്നു എന്ന ഫീലിങ്ങിലേക്ക് ഞാൻ എത്തുമ്പോൾ പിന്നെ അത് ഉപബോധ മനസ്സിൻ്റെ ശക്തിയിലൂടെ താനേ നടന്നോളും എന്ന് വേണം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിങ്ങൾ സമൃദ്ധിയുടെ ഒരവസ്ഥയിലായിരിക്കണം എന്നാണ്. അതിൻ്റെ എനർജി നിങ്ങളുടെ ഉള്ളിൽ ജനിക്കണം. അതാണ് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ വൈബ്രേറ്റ് ചെയ്യുന്ന എനർജി എന്താണോ അതാണ് നിങ്ങളിലേക്ക് പലതും എത്തിക്കുന്നത്. ഇവിടെ ഞാനൊരു കാറാണ് എക്സാമ്പിളായി എടുത്തത്. ഇതേ എക്സാമ്പിൾ തന്നെ നിങ്ങൾ ഒരു ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഉള്ളിലുള്ളത് സമ്പൽ സമൃദ്ധിയാണ്. ആ സമൃദ്ധിയുടെ എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള വഴി ഒരുക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് തീവ്രമായ ആഗ്രഹം ഉണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ അത് കിട്ടാത്തത് കാരണം ഇല്ലായ്മയുടെ ലാക്കിൻ്റെ ഫീലിംഗ് ആണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് എന്ന് വിചാരിക്കുക. അയ്യോ എനിക്കില്ലല്ലോ, എപ്പോഴാണ് എനിക്കിത് നേടാൻ കഴിയുക? ഒരു സ്കേഴ്സിറ്റിയുടെ ഫീലിംഗ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. അട്രാക്ഷൻ നടക്കുകയില്ല. ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും അറിയേണ്ടത്.
ഇവിടെ ഞാൻ വാഹനത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. നേരെ മറിച്ച് നിങ്ങൾക്കൊരു പരീക്ഷയാണ് പാസ്സാകേണ്ടത് എന്നുണ്ടെങ്കിൽ പരീക്ഷ പാസ്സായി കഴിഞ്ഞിരിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തണം. നിങ്ങൾ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ജോലി നിങ്ങളുടേതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ വേണം കാണാൻ. ആ ഫീലിംഗ് ആണ് ഉള്ളിൽ ജനിപ്പിക്കേണ്ടത്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് യു ഹാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുമല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.